അഭിലാഷ് എങ്ങോട്ടാടാ? കടയിലേക്കടാ. എന്തിനാ? ഒരു വീഡിയോ ആക്കാൻ കുറെ നാളായില്ലേ വീഡിയോ ചെയ്തിട്ട്. അതിന് ചെറിയൊരു തട്ടിക്കൂട്ട് ഷേക്ക് ഉണ്ടാക്കിയാലോ? തട്ടിക്കൂട്ടി ഷേക്ക് ഉണ്ടാക്കിട്ട് നീ എന്തിനാ നാട്ടുകാരെ പറ്റിക്കുന്നത്? നീ തന്നെ പിടിക്കണം. വീഡിയോ ഉണ്ടാക്കുന്ന ആൾക്ക് ഇതൊന്നും പറ്റില്ല, ക്യാമറമാനെ പിടിക്കാനൊന്നും പറ്റില്ല. ഇത്ര മതിയോ നോക്കാം, പിന്നെ മതിനനുസരിച്ചിടാം. ഓക്കെ, അതിലേക്ക് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ചില പഴത്തിൻ്റെ കൂടി പോയി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പഴം മതി. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് ഒരു തന്തൂരി ചിക്കൻ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ആദ്യമേ നമ്മളിത് ജിഞ്ചർ ഗാർലിക്കും പിന്നെ കറിവേപ്പിലയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി മുളക് പൊടി പൊടിയായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു 1-1.5 മണിക്കൂർ മിനിമം ഒരു റെസ്റ്റിന് വെച്ചിട്ട് കുറച്ച് തവയിൽ എണ്ണ വെച്ചിട്ട് ഇതേപോലെ വെച്ച് കുറച്ച് നേരം റേഞ്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി തന്തൂരി ചിക്കൻ റെഡിയാണ്. ഫ്ലൈറ്റ് ഫസ്റ്റ് ടൈം പറന്നു, പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ നേരെ സ്കൂളിൻ്റെ മുകളിൽ പോയി ബാക്കി ക്രാഷായി ഗൈസ്. ഹായ് ഗൈസ്, അപ്പോൾ ദേ നമ്മൾ പോണ്ടിച്ചേരി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ദേ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഗൈസ്, നമ്മൾ പ്രൊവിഡൻസ് മോളിലെ ഗ്രോസറി ഷോപ്പിലുണ്ട്. അപ്പം ഇവിടെ ആകാശ് ഇവിടെ കുറച്ച് പീനട്ട് ബട്ടറൊക്കെ എടുത്തതുണ്ട്. ഫസ്റ്റ് പോകാൻ പോകുന്ന സ്ഥലമാണ് ആരോവിലേക്കാണ് പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. ിലേക്ക് നടക്കുകയാണ്. അപ്പം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും നല്ല ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു കൂൾ ക്ലൈമറ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ പോയത് ഇപ്പം ഒരു ഉച്ച സമയത്ത് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ടൗൺ, ഒരു എക്സ്പെരിമെൻ്റൽ ടൗൺ ആണ്. അതായത് അവിടെ എല്ലാ ദേശത്തിനും ആൾക്കാർ അവരുടെ വിശ്വാസങ്ങളും അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി, അവരുടെ സിറ്റിസൺഷിപ്പ് എല്ലാം ഒഴിവാക്കി ഒരു സമാധാനപൂർവ്വമായിട്ടൊരു ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ഇത് ഇൻഫോർമേഷൻ സെൻ്ററാണ്. അതായത് അവിടെ എല്ലാം നല്ല. ഇതിന് ഇനോഗ്രേഷൻ ആയത് 28 ഫെബ്രുവരി 1968 ബുധനാഴ്ചയാണ്. അപ്പോൾ അന്ന് ഏതാണ്ട് 124 രാജ്യങ്ങളുടെ പ്രധാനികൾ അവിടെ വന്നിട്ടുണ്ടായി. അപ്പോൾ ഇതാണ് ഈ മന്ത്രി മന്ദിർ. അപ്പോൾ ഈ ഫ്രഞ്ച് കോളനി എന്ന് പറയുമ്പം അതായത് ഏതാണ്ട് 200 വർഷം കാലം ഫ്രഞ്ച് ഇൻഫ്ലുവൻസും കൊണ്ട് നമ്മുടെ ഇവിടുത്തെ പോണ്ടിച്ചേരിയിലെ ടൗൺസും സിറ്റീസൊക്കെ ഏതാണ്ട് ഒരു ഫ്രഞ്ച് സ്റ്റൈലിലൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നമുക്ക് അവിടെ ഒരു പഴയ ഡിസൈനിലുള്ള വീടുകളൊക്കെ കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു മനോഹാരിത. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഇതാണ് മഹാത്മാഗാന്ധിജിയുടെ ഒരു സ്റ്റാച്ചു ആണ്. അപ്പോൾ ഇത് നിർമ്മിച്ചേക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രപിതാവിനോടുള്ളൊരു ആദരസൂചകമായാണ്. അപ്പോൾ ഈ സ്റ്റാച്ചു 4 മീറ്റർ ഉയരവും ഈ സ്റ്റാച്ചുവിൻ്റെ അടിയിൽ ഒരു ടണലുണ്ട്. അത് ഡയറക്റ്റ് ജിങ്കി ഫോർട്ടിലേക്കാണ് എത്തിപ്പെടുക.
ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് RC പ്ലെയിനൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ലല്ലോ. ഓക്കെ, ഇതിനകത്ത് ഞാൻ മെൻഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വിങ്, സോ വിങ്ങിൻ്റെ ടോട്ടൽ ലെങ്തിനെയാണ് വിങ് സ്പാൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണത് എയറോഫോയിൽ ഷേപ്പ്. സോ എയറോഫോയിൽ ഷേപ്പ് വേണം നമുക്ക് പ്ലെയിൻ ലിഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന് എയറോഫോയിലിൻ്റെ ഫ്രണ്ട് പോർഷനെ ലീഡിങ് എഡ്ജ് എന്ന് പറയും, ബാക്കിലെ പോർഷനെ ട്രെയിലിംഗ് എഡ്ജ് എന്ന് പറയും. ഇപ്പോൾ ഈ ലീഡിങ് എഡ്ജ് ടു ട്രെയിലിംഗ് എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് കോഡ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആസ്പെക്ട് റേഷ്യോ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയിനിൻ്റെ ഗ്ലൈഡിങ് പെർഫോമൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ പ്ലെയിന് ഇതേപോലെ എയറിൽ കൂടെ ഇങ്ങനെ എത്ര എഫക്റ്റീവ്ലി അത് ഫ്ലൈ ആവും, അതായത് ഗ്ലൈഡ് ആവുമെന്ന് ആസ്പെക്ട് റേഷ്യോയിലാണ് അത് മനസ്സിലാവുക. അത് റേഷ്യോ ഓഫ് വിങ് സ്പാൻ ബൈ കോഡ് ലെങ്ത്, അതാണ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതേ ഉള്ളത് KSR ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ മുമ്പിലാണ്. അപ്പോൾ ഹൈ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ദി ഓൾറൗണ്ട് ഗൈഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെയാണ് ബാംഗ്ലൂർ വരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റേ ചെയ്യാൻ, ചീപ്പായിട്ട് സ്റ്റേ ചെയ്യാനുള്ള ഒരു ഡോർമെട്രിയാണ് നമ്മളിപ്പോൾ അപ്പോൾ കാണിക്കാൻ പോകുന്നത്, പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൈസ്. അപ്പം നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ്. അപ്പോൾ ട്രിപ്പ് കയറി ചെല്ലുമ്പോഴത്തേന് അവിടെ ഒരു ഓഫീസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഓഫീസിൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ PNR നമ്പർ, നമ്മുടെ പേര്, അങ്ങനത്തെ അഡ്രസ്സും, പിന്നെ നമുക്ക് ഈ റൂമാണെങ്കിൽ റൂം, അല്ലെങ്കിൽ ഡോർമെട്രി ആണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതാണ് അവിടെ ഉള്ളതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ AC ഉള്ള ഡോർമെട്രി ഉണ്ട്, AC ഇല്ലാത്തത് കൊണ്ട്, പിന്നെ റൂംസിലും അങ്ങനെ തന്നെ.